ആറന്മുളയിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് ഇനി ഉണ്ടാകില്ലെന്ന് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി. തന്നെയല്ല, ആര് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചാലും എതിർപ്പുണ്ടായേനെ. അത് കോൺഗ്രസിൽ സ്വാഭാവികമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കുന്ന കാര്യം പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അബിൻ വർക്കി പറഞ്ഞു. ശ്രീരാജ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പിന്റെ ബഹളങ്ങളും കോലാഹലങ്ങളും എല്ലാം അവസാനിച്ചു. ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി സമാധാനമായിട്ട് ഇവിടെ വീട്ടിലുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സമാധാനം തോന്നുന്നു. നല്ല രീതിയിൽ പോയി പ്രചരണമൊക്കെ. ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നല്ല ഒരു ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലേക്ക് വന്ന ആളാണ്. ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ? എല്ലാവരോടും പറഞ്ഞത് ഇനിയൊരു തിരിച്ചുപോക്കില്ല ഉണ്ണിയെ എന്ന് പറഞ്ഞു. അപ്പോൾ ആറന്മുള നിയോജകമണ്ഡലത്തിൽ UDFന് ജയിക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അത് അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ തുടരേണ്ടി വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിന് അബിൻ്റെ പേര് പരിഗണിച്ച ഘട്ടത്തിൽ പലതരത്തിലുള്ള എതിർപ്പുകളുണ്ടായി. പക്ഷേ പ്രചരണത്തിലേക്ക് കടന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ? അല്ല, തീർച്ചയായിട്ടും ഇല്ല. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അതിപ്പോൾ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും, അതിപ്പോൾ ഞാനാണെങ്കിൽ ഒരു തരത്തിലുള്ള എതിർപ്പുകൾ ആരൊരു തരത്തിൽ വന്നാൽ മറ്റൊരു സ്ഥാനാർത്ഥിന് മറ്റൊരു തരത്തിൽ വരും. അത് കോൺഗ്രസിൽ സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഒരു എതിർപ്പിലൊന്നും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരെ ഏതൊരു എതിർപ്പുകളെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്ന പാർട്ടിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിത്വം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പേര് പുറത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ എതിർപ്പിലൊന്നും വകയുണ്ടാവില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടാണ് പോയത്. എതിർപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സത്യത്തിൽ ആ ഒരു എതിർപ്പിലും കാര്യമില്ലായിരുന്നു. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം KSUവിനെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതൃനിരയിൽ എങ്ങനെയാണ് പാർട്ടി പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടി അത് പ്ലേസ് ചെയ്യുന്നത് പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ എന്നെ ഏത് ജില്ലയിൽ പ്ലേസ് ചെയ്യണമെന്ന് എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെയാണ്. ഹൈക്കമാൻഡും കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. രാഹുൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലെല്ലാം തന്നെ പലതരത്തിലുള്ള കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പോസ്റ്റുകളൊക്കെ വീഡിയോകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. രാഹുൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമോ? അല്ല, അത് ഒന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ പുറത്ത് പോകണം എന്ന് പറഞ്ഞ ഘടകത്തിലും ഞാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ ഇനി തിരിച്ചെടുക്കണം എന്ന് പറയേണ്ട ഘടകത്തിലും ഞാനില്ല. അതുകൊണ്ട് അതൊക്കെ അതാത് ഘടകങ്ങൾ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. അതിനകത്ത് എനിക്ക് ഒരു റോളുള്ള ആളല്ല. വ്യക്തിപരമായ ആഗ്രഹമുണ്ട്. വ്യക്തിപരമായ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് പറയാനോ തീരുമാനമെടുക്കാനോ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളല്ല. അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. BJP വോട്ടുകൾ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക? രണ്ട് മുന്നണികളും. BJPക്ക് ഒരു വോട്ട് ബേസ് ഉണ്ട് ഇവിടെ. ആ വോട്ട് BJP പിടിക്കും. പക്ഷെ അത് പിടിച്ചു കഴിയുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം അത് പിടിക്കാതെ വന്നപ്പോഴാണ് ഈ പറയുന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് CPM പോയത്. ഇപ്രാവശ്യം ആ വോട്ട് BJP പിടിക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ പിടിച്ചാൽ പോലും അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടായിരിക്കും പിടിക്കാൻ പോകുന്നത്. ഞങ്ങൾ കംഫർട്ടബിൾ മാർജിൻ, അൾട്രാ കംഫർട്ടബിൾ മാർജിനിൽ ആറന്മുളയിൽ ഞങ്ങൾ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് ജയിക്കും. ഒരു തിരിച്ചുപോക്ക് മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകില്ലെന്നാണ് UDF സ്ഥാനാർത്ഥിയായ അബിൻ വർക്കി പറയുന്നത്. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.